എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനൽ ചൂടിൻ്റെ കാഠിന്യം കുറച്ചുകൊണ്ട് ഒരാഴ്ചയായി ഇവിടെ നല്ല മഴ ലഭിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ മാറ്റം നമ്മുടെ ഫാമിലും കാണാൻ കഴിയുന്നുണ്ട്. ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉണ്ടായിട്ടുകൂടി ഉണ്ടാകണോ വേണ്ടയോ എന്ന ശങ്കയിൽ നിന്ന കൂണുകൾ പോലും 2 മഴ ലഭിച്ചപ്പോഴേക്കും നല്ല കരുത്തോടെ ഉണ്ടായി നിൽക്കുന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചയാണ്. കൂൺ കൃഷിയെ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് മാത്രമല്ല ഞങ്ങളിവിടെ കണക്കാക്കുന്നത്. ഇത് സമാധാനമുള്ള ഒരു ജീവിത ശൈലിയാണ്. പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വഴി. രാവിലത്തെ വിളവെടുപ്പ്, പുതിയ കൂണുകളുടെ മണം, സ്വന്തമായി വളർത്തിയ വിളവ് കയ്യിൽ പിടിക്കുന്ന സന്തോഷം, വീട്ടുമുറ്റത്ത് നിന്ന് തന്നെയുള്ള മാന്യമായ വരുമാനം തുടങ്ങി പല രീതിയിലും ജീവിത സമ്മർദ്ദങ്ങളെ കുറച്ച് സന്തോഷകരമായി ഒരു ദിവസം തുടങ്ങാനുള്ള ഊർജം കൂടി ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. പലർക്കും കൃഷി എന്നാൽ കഷ്ടപ്പാട് എന്നാണ് മനസ്സിൽ തോന്നുക, പ്രത്യേകിച്ച് പുതുതലമുറയ്ക്ക്. പക്ഷേ കൂൺ കൃഷിയെ മറ്റ് കൃഷികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അധ്വാനഭാരം വളരെ കുറവ് ആവശ്യമുള്ള ഒരു കൃഷിരീതിയായി കാണാം. കുറച്ച് ക്ഷമയും കൃത്യനിഷ്ഠയും കൂൺ കൃഷി പഠിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ആർക്കും വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൂൺ കൃഷി. കുറഞ്ഞ സ്ഥലത്തു നിന്ന് സ്ഥിരമായി വരുമാനം തരുന്ന ഒരു കൃഷിരീതിയായി തൊഴിലന്വേഷകർക്ക് കൂൺ കൃഷിയെ പരിഗണിക്കാവുന്നതാണ്. ഓരോ തലമുറ കഴിയും തോറും നമ്മുടെ നാട്ടിൽ കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. സ്വന്തം ആവശ്യത്തിന് പോലുമുള്ള പച്ചക്കറികൾ നമ്മുടെയൊക്കെ പറമ്പിലോ വീട്ടുമുറ്റത്തോ കൃഷി ചെയ്യാൻ വരെ മടിയുള്ള ഒരു തലമുറയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കൃഷിയെ ആശ്രയിച്ചു മാത്രം മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റു തൊഴിൽ മേഖലകൾക്ക് മുൻഗണന കൊടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. കാലം മാറുന്നതിനനുസരിച്ച് കൃഷിയും കൃഷിരീതികളും മാറേണ്ടതുണ്ട്. അത് മാറി വരുന്നുമുണ്ട്. നാട്ടിലെ തൊഴിലന്വേഷകർ കൂടുകയും തൊഴിലവസരങ്ങൾ അതിനനുസരിച്ച് കൂടാതെ വരികയും ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തിൽ തൊഴിലന്വേഷിച്ച് പലരും പല ഓൺലൈൻ തട്ടിപ്പുകൾക്കും ഇരയാകാറുണ്ട്. പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ നമ്മുടെ നാട്ടിൽ തന്നെ മാന്യമായി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതുപോലുള്ള സംരംഭങ്ങളും ഫാമുകളുമൊക്കെ മാതൃകയാക്കാൻ നമുക്ക് കാണാവുന്നതാണ്.